ദേണ്ടേ രാത്രി വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനുണ്ടല്ലോ, ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. ചേച്ചി നാട്ടുകാരെ വിളിച്ചു കൂട്ട്. അപ്പൊ എനിക്ക് കാര്യം എളുപ്പമല്ലോ. താൻ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കണ്ട, ഇതുകൊണ്ട് തന്നില്ലേ താൻ പൊക്കെ. ശരിയെന്ന്. അല്ല ചേച്ചി, ടെലിവിഷൻ ചേച്ചിക്കാണോ അതോ എനിക്കാണോ? താൻ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കണ്ട, ഇതുകൊണ്ട് തന്നില്ലേ താൻ പൊക്കെ. ചേച്ചി ചൂടാവൊന്നും വേണ്ട. ചേച്ചിയുടെ മുഖം കണ്ടറിയാം എന്തോ പന്തികനുണ്ടെന്ന്. ഇത് ചേച്ചിക്കാനെ കഴിച്ചാവാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഞാൻ ചത്ത തനിക്ക് എന്താണോ? ദേണ്ടേ രാത്രി വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനുണ്ടല്ലോ, ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. ചേച്ചി നാട്ടുകാരെ വിളിച്ചു കൂട്ട്. അപ്പൊ എനിക്ക് കാര്യം എളുപ്പമല്ലോ. എന്തായാലും ചേച്ചി ഞാൻ ഈ വിഷം പിടിച്ച് അവൻ സമ്മതിക്കത്തില്ല. ചേച്ചി വിളിക്ക്. സ്വസ്ഥമായിട്ടൊന്ന് മരിക്കാനെങ്കിലും താൻ സമ്മതിക്കുവോ? ഒന്ന് പോയാടോ. ചേച്ചി എനിക്ക് ഈ ഓട്ടം കൊണ്ടുവന്ന ബന്ധം മാത്രമേ ഉള്ളൂ. എനിക്ക് ചേച്ചിയെ കാണുമ്പോൾ എൻ്റെ പെങ്ങളെ ഓർമ്മ വരുന്നത്. ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തു. അവളെന്നെ പലപ്പോഴും വിളിക്കുക, ചേട്ടാ ഇവിടെ വരെ വാങ്ങോട്ട്. ഞാനപ്പോൾ അത് സീരിയസ് ആക്കിയില്ല. അതിൽ നിന്ന് റിക്കവർ ആകാൻ ഞാനൊരു ഒത്തിരി വർഷം പിടിച്ചു. എന്തായാലും ചേച്ചി ഇത് കഴിച്ച് ആത്മഹത്യ ചെയ്യണ്ട. ചേച്ചിയുടെ പ്രശ്നം എന്താ എനിക്കറിയാൻ വയ്യ. ചേച്ചിക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. ഞങ്ങളെല്ലാവരും വിദേശത്തായിരുന്നു. ചേട്ടനവിടെ ഒരു കൂട്ടുകാരനോട് കൂടി ചേർന്ന് ബിസിനസ് നടത്തുമായിരുന്നു. അയാൾ ചതിച്ചിട്ട് ആ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോയി. നാട്ടിലുള്ള വീടും പറമ്പും ഒക്കെ വിറ്റിട്ടാണ് ഞങ്ങളെ കടം തീർത്തത്. ഉള്ളതെല്ലാം വിറ്റുവർക്ക് ഞങ്ങൾ നാട്ടിൽ വന്നത്. ഇതിപ്പോൾ ചേട്ടൻ്റെ വേറൊരു സുഹൃത്ത് സഹായിച്ചിട്ട് വാടകയ്ക്ക് എടുത്തു തന്ന വീടാണ്. എല്ലാം നഷ്ടപ്പെട്ട ഷോക്കിലാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഭയങ്കര മദ്യപാനാണ്. ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. ഞാൻ വിചാരിച്ചു കുട്ടികളുമായിട്ട് എന്തെങ്കിലും വിഷം വാങ്ങിക്കഴിച്ച് മരിക്കാവുന്നു. ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാത്തോട്ട്. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിക്ക് ജോലിയില്ലേ ആവശ്യം. എൻ്റെ ഫ്രണ്ട് വിദേശത്താണ്, അവൻ്റെ കമ്പനിയൊക്കെ ഉണ്ട്. എന്നെ കുറേ നാളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്കെന്തായാലും ഇവിടെ വിട്ട് പോകാനൊന്നും വയ്യ. കുറച്ച് വേക്കൻസി ഉണ്ട്. ഞാൻ അവനോട് പറഞ്ഞെന്തായാലും ചേച്ചിക്ക് ഒരു ജോലി റെഡിയാക്കി തരാം. ഓട്ടെ ചേച്ചി കിടന്നോ, ഞാൻ പോ. അല്ല രാത്രി ഉറക്കം ഒളിച്ച് വണ്ടി ഓടിക്കുന്നല്ലേ? വിരോധം ഇല്ലെങ്കിൽ ഞാൻ ഒരു കട്ടൻ ചായ ഇട്ട് തരാം. ഇപ്പം വേണ്ട. ചേച്ചിക്ക് ജോലി റെഡിയായി ഇവിടുന്ന് പോകുന്ന ദിവസം ഞാൻ വരും. അന്നെനിക്ക് ചായ എന്നാൽ മതി. ശരി.